Assalamu alaikum and hello friends. എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ക്യാരറ്റ് ഉപ്പേരിയാണ്. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. ഏതൊരു വെജിറ്റേറിയൻ സിമ്പിൾ കറിയോടൊപ്പം അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുമ്പോൾ ചപ്പാത്തിയോടൊപ്പം എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ക്യാരറ്റ് ഉപ്പേരി. 1/2 കിലോ ക്യാരറ്റ് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായാലുടൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് നല്ലതുപോലെ ഒന്ന് ക്രാക്കലായതിനു ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച 2 സവാള മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിനെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉള്ളി എണ്ണയോടൊപ്പം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയുടെ കളർ മാറി ലൈറ്റ് പിങ്ക് ആയാൽ മാത്രം മതി. നമുക്ക് ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ലൈറ്റ് കളർ ആയാൽ നമുക്ക് വേറെ ചേരുവകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എരിവുള്ള പച്ചമുളകാണ് 3 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം എരിവ് കഴിക്കുന്ന ആളാണെങ്കിൽ കുറച്ച് ജാസ്തി പച്ചമുളക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പച്ചമുളകോ 2 പച്ചമുളകൊക്കെ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മഞ്ഞളും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച 1/2 കിലോ ക്യാരറ്റ് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെളുത്തുള്ളിയില്ല, ഇഞ്ചിയില്ല, മുളക് പൊടിയില്ല, ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ്. ചില ഉപ്പേരികളൊക്കെ ഇതുപോലെ സിമ്പിളായി ഉണ്ടാക്കിയാലാണ് ആ ഒരു വെജിറ്റബിളിൻ്റെ മെയിൻ ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടുകയുള്ളൂ. സോ ഇതുപോലെ ഒന്ന് സിമ്പിളായി ഉണ്ടാക്കി നോക്കുക. ഇത് നല്ല രുചിയുള്ള ഒരു ഉപ്പേരിയാണ്. ഇനി എല്ലാം മിക്സ് ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ടേസ്റ്റിനനുസരിച്ച്. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ക്യാരറ്റ് ഒന്ന് വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 90% വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ബാക്കിയുണ്ട്. നമുക്ക് അതിനെയും കൂടി ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ക്യാരറ്റ് 1/4 വേവായിട്ടുണ്ട്. ഈ 1/4 വേവ് മാത്രം നമുക്ക് ക്യാരറ്റ് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. സോ ഒരു 90% കുക്കായാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവണം. പീസസ് നമുക്കിങ്ങനെ കിട്ടണം. അപ്പോഴാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ക്യാരറ്റ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഡിഷിനോടൊപ്പം നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ക്യാരറ്റ് ഉപ്പേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയെ ലൈക്ക് ചെയ്ത് ഒരുപാട് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.